ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ ഇപ്പോഴത്തെ OTT റിലീസ് ആയിരിക്കുകയാണ്. 4DX തിയേറ്ററിൽ തന്നെ മാക്സിമം എക്സ്പീരിയൻസിൽ കാണാൻ സാധിച്ച ഈ ചിത്രം ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു സമ്മാനിച്ചത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലൂടെയും ബുക്ക് മൈ ഷോയിലൂടെയും ബൈ ഓർ റെന്റ് ഓപ്ഷനിൽ സിനിമ അവൈലബിൾ ആണ്. എന്തായാലും സിനിമയുടെ അവസാനത്തിന് ശേഷം ഇനി അടുത്തത് എന്ത് എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ്. മാർവൽ DC പോലെ പോസ്റ്റ് ക്രെഡിറ്റ് സീനോ മറ്റൊന്നും തന്നെ മോൺസ്റ്റർവേഴ്സ് സിനിമകൾക്കില്ല. എന്നാൽ അടുത്തൊരു സിനിമ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ന്യൂ എംപയറിന്റെ അവസാനം കിങ് കോങ് ആയി മാറുകയാണ്. സ്കാർ കിങ് അടിച്ചമർത്തിയ ആ ജനതയെ ഇനി കിങ് കോങ് നയിക്കും. കൂടെ സഹായത്തിനായി ഷിമോയും ഉണ്ടാകും. ഗോഡ്സില്ല ആകട്ടെ ടിയാമത്തിന്റെ ലെയറിൽ കയറി പുതിയ പവേഴ്സ് സ്വന്തമാക്കി വരാനിരിക്കുന്ന എന്തോ ഒരു വലിയ ത്രെറ്റിനെ നേരിടാൻ തയ്യാറാകുകയാണ്. അതേസമയം ഹോളോ എർത്തിൽ തന്നെ പുതിയ മോത്രയും ഇവി ട്രൈമും ഒക്കെ നിലനിൽക്കുന്നു. അങ്ങനെ ന്യൂ എംപയറിന് ശേഷം 3 മോൺസ്റ്റേഴ്സിനെയും 2 വ്യത്യസ്ത സ്ഥലങ്ങളായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അടുത്തായി വരാനിരിക്കുന്നത് ഗോഡ്സില്ലയുടെയോ കോങ്ങിന്റെ സോളോ ഫിലിം ആകില്ല, മറിച്ച് മറ്റൊരു ടീം അപ്പ് ഫിലിം ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ അടുത്തൊരു വില്ലൻ വരികയാണെങ്കിൽ ഒരേപോലെ സർഫസ് എർത്തിനെയും ഹോളോ എർത്തിനെയും ബാധിക്കുന്ന ഒരു വലിയ വില്ലനെ ആവശ്യമാണ്. അത്തരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വലിയ വില്ലനാണ് ബയോലാൻഡെ. 1989 ഗോഡ്സില്ല വേഴ്സസ് ബയോലാൻഡയിലാണ് ഈ വില്ലൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. 1984 പുറത്തിറങ്ങിയ ദ റിട്ടേൺ ഓഫ് ഗോഡ്സില്ലയുടെ സീക്വലായിരുന്നു ഗോഡ്സില്ല വേഴ്സസ് ബയോലാൻഡെ. ആ സിനിമയിൽ ഏറ്റവും അവസാനം മൗണ്ട് മിഹാര എന്ന അഗ്നിപർവ്വതത്തിൽ ട്രിക്ക് ചെയ്ത് മനുഷ്യർ ഗോഡ്സില്ലയെ തടവിലാക്കുകയാണ്. അതിനുശേഷം ഗോഡ്സില്ലയുടെ സെൽസ് റിസർച്ചിനൊക്കെ ആയിട്ട് മിഡിൽ ഈസ്റ്റിനുള്ള സറേഡി എന്ന രാജ്യത്തിലേക്ക് അയക്കുകയാണ്. സറേഡിയ റിയൽ ലൈഫിലുള്ള ഒരു രാജ്യമല്ല, സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫിക്ഷണൽ രാജ്യമാണ്. ഡോക്ടർ ജെൻഷിറോ ഷിറഗാമിയും അദ്ദേഹത്തിന്റെ മകൾ എറിക്കയും ചേർന്ന് ഗോഡ്സില്ലയുടെ സെല്ലുകൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ഗോഡ്സില്ലയുടെ റീജനറേറ്റീവ് എബിലിറ്റീസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ചെടികളുടെ സെല്ലുകളിലേക്ക് മെർജ് ചെയ്താൽ വരണ്ടു കിടക്കുന്ന മരുഭൂമിയുള്ള സറേഡിയിൽ ഒരിക്കലും നശിക്കാത്ത ചെടികൾ ഉണ്ടാക്കാമെന്ന് അവർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ സറേഡിയൻ മരുഭൂമിയിലെ മണ്ണ് ഫലഭൂയിഷ്ഠമാക്കാമെന്നും ആ വഴി രാജ്യത്തിന്റെ എക്കണോമിക് ആൻഡ് ഫുഡ് ക്രൈസിസ് ഇല്ലാതാക്കാമെന്നും അവർ കരുതുന്നു. എന്നാൽ ഇക്കാര്യം ശത്രുരാജ്യങ്ങൾ കണ്ടെത്തുകയും അവരുടെ ലബോറട്ടറി ബോംബിട്ട് തകർക്കുകയും ചെയ്യുന്നു. ഇതുമൂലം പ്ലാന്റ് സെൽസ് മുഴുവൻ നശിക്കുകയും എറിക്ക മരിക്കുകയും ചെയ്യുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ജപ്പാനിൽ തിരികെ എത്തിയ ഡോക്ടർ ഷിറഗാമി തന്റെ മകൾ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാൻ വേണ്ടി എറിക്കയുടെ സെല്ലുകളും റോസ് ഫ്ലവറിന്റെ സെല്ലുകളും ഒരുമിച്ച് ചേർത്ത് ഒരു സ്പെഷ്യൽ റോസാപ്പൂ പ്ലാന്റ് ഉണ്ടാക്കുന്നു. എറിക്കയുടെ ആത്മാവ് ആ പ്ലാന്റിനകത്തുണ്ടെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ മൗണ്ട് മിഹാരയിൽ ഉണ്ടായ ഒരു എക്സ്പ്ലോഷൻ കാരണം ഷിറഗാമിയുടെ വീട് തകരുകയും ആ റോസാപ്പൂ ചെടി നശിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഈ റോസാപ്പൂ സൃഷ്ടിക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുമ്പോൾ ഒരിക്കലും നശിക്കാതിരിക്കാൻ വേണ്ടി ഗോഡ്സില്ലയുടെ സെല്ലുകൾ കൂടി ഇതുമായി മെർജ് ചെയ്യുന്നു. എന്നാൽ ഇതുമൂലം റോസ് പ്ലാന്റിന് മ്യൂട്ടേഷൻ സംഭവിക്കുകയും ഒരു പ്ലാന്റ് മോൺസ്റ്ററായത് മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ബയോലാൻഡെ ഉണ്ടാകുന്നത്. പിന്നീട് വേറെ വഴിയില്ലാതെ ബയോലാൻഡെ നേരിടാൻ ഗോഡ്സില്ലയെ തന്നെ ജാപ്പനീസ് ഗവൺമെന്റ് തിരികെ ഇറക്കുന്നു. അങ്ങനെ ഗോഡ്സില്ലയും ബയോലാൻഡയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒരു പ്രാവശ്യം ഗോഡ്സില്ല ബയോലാൻഡെ നശിപ്പിച്ചെന്ന് കരുതിയെങ്കിലും വീണ്ടും ട്രാൻസ്ഫോം ചെയ്ത് കുറച്ചുകൂടി വലിയ മോൺസ്റ്ററായി ബയോലാൻഡെ തിരികെ വരികയും ചെയ്യുന്നു. ബയോലാൻഡയുടെ ഉള്ളിൽ എറിക്കയുടെ ആത്മാവ് ഉണ്ടാകുമെന്ന് ഡോക്ടർ ഷിറഗാമി വിശ്വസിക്കുന്നു. എന്തായാലും അവസാനം ഗോഡ്സില്ല ബയോലാൻഡെ നശിപ്പിക്കുകയും ബയോലാൻഡ് പൊടിപടങ്ങളായി ആകാശ നക്ഷത്രങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ എറിക്കയുടെ ആത്മാവിന് മോക്ഷം കിട്ടുന്നു. ഇതാണ് സിനിമയുടെ കഥ. ഇനി മോൺസ്റ്റർവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ലോകങ്ങളെയും അഥവാ സർഫസ് എർത്തിനെയും ഹോളോ എർത്തിനെയും ഒരേപോലെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു വില്ലനെയാണ് ആവശ്യം. അതിന് ഏറ്റവും അനുയോജ്യനായത് ബയോലാൻഡെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഗോഡ്സില്ലയും കോങ്ങും ഒരിക്കലും തമ്മിൽ കാണാതെ ഒരേ വില്ലനെ ഒരേ സമയം നേരിടുന്ന രീതിയിൽ ഇവർക്ക് അടുത്ത സിനിമ റെഡിയാക്കാം. അതാവുമ്പോൾ മുമ്പ് ഇറങ്ങിയ സിനിമകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായൊരു കഥയും അവതരണവും ഒക്കെ തന്നെയാണ്. ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൽ ഇരുവരും ഏറ്റുമുട്ടുകയും ന്യൂ എംപയറിൽ ഒരുമിച്ച് നിന്ന് പോരാടി സ്കാർ കിങ്ങിനെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 2 പേർക്കും അവരവരുടെ ടെറിട്ടറീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ടീം അപ്പ് മൂവി വരുമ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ 2 പേരെ ഒരേ സമയം അവരുടെ ടെറിട്ടറിയിൽ ആക്രമിക്കാൻ സാധിക്കുന്ന ബയോലാൻഡയെ കൊണ്ടുവരിക എന്നതാണ്. ഓഫ് കോഴ്സ് ഗോഡ്സില്ലയുടെ ലോറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിലും വലിയ ഒരുപാട് വില്ലൻസ് ഉണ്ട്. ഇപ്പോൾ സ്പേസ് ഗോഡ്സില്ല എടുക്കാം, അല്ലെങ്കിൽ ഗിഗൻ എടുക്കാം. പക്ഷേ ഇതൊക്കെ സ്പേസ് മോൺസ്റ്റേഴ്സ് ആണ്. സ്പേസ് ഇതുവരെ മോൺസ്റ്റർവേഴ്സിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയയാണ്. അപ്പം കൊണ്ടുവരികയാണെങ്കിൽ ഒരു 2-3 മൂവീസ് കഴിഞ്ഞിട്ട് അടുത്തൊരു ടെറിട്ടറി ആയിട്ട് കാണിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതേപോലെ ഡെസ്റ്റോറോയൊക്കെ വരുമെന്ന് കുറേ പേര് പറയുന്നുണ്ടെങ്കിലും അതൊരു ബിഗ് വില്ലനാണ്. അതുകൊണ്ട് തന്നെ എൻഡ് ഗെയിം പോലെ അവസാനത്തെ ഒരു പടത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റിയൊരു വില്ലനാണ്. ഒറ്റയടിക്ക് അടുത്ത പടത്തിൽ കൊണ്ടുവന്ന് അതങ്ങ് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഏറ്റവും കൂടുതൽ ചാൻസ് നിലവിൽ സിറ്റുവേഷൻസ് വെച്ചിട്ട് ബയോലാൻഡേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയോലാൻഡ് ഒരു നേച്ചർ ബേസ്ഡ് വില്ലനാണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയം ഹോളോ എർത്തിനെയും അതേസമയം സർഫസ് എർത്തിനെയും ഒക്കെ തന്നെ നേരിടാൻ ഈ വില്ലന് സാധിക്കും. മാത്രമല്ല ഒരു നേച്ചർ ഫുൾ കൺട്രോൾ ചെയ്യുന്നൊരു വില്ലനായിട്ട് വേണമെങ്കിൽ ഇതിനെ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ സ്വാം തിങ്ങിനെയൊക്കെ പോലെ. ഇപ്പം സിനിമയിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഈ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു റോസ് പ്ലാന്റ് വില്ലനായിരുന്നു. പക്ഷേ ഇവിടോട്ട് വരുമ്പോൾ വേണമെങ്കിൽ ഫുൾ നേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പാരസിറ്റിക് നേച്ചർ വില്ലനായിട്ടൊക്കെ വേണമെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരാം. അപ്പോൾ ബയോലാൻഡെ എങ്ങനെ മോൺസ്റ്റർവേഴ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപെക്സ് ഇൻഡസ്ട്രീസ് നല്ലൊരു ഓപ്ഷനാണ്. നമുക്കറിയാം ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൽ കിങ് ഗിഡോറയുടെ തലയിൽ നിന്നുമാണ് മെക്ക ഗോഡ്സില്ല ഇവർ ഉണ്ടാക്കുന്നത്. സോ ഈ ഒരു മോൺസ്റ്റേഴ്സിൽ നിന്നൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരുപാട് കമ്പനികളിലൊന്നാണ് ഏപെക്സ് ഇൻഡസ്ട്രീസ്. അവർ ഈ പറഞ്ഞ പോലെ പല മോൺസ്റ്റേഴ്സിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ ഗോഡ്സില്ലയുടെയും ഈവൻ കോങ്ങിൻ്റെയും വരെ സെൽസ് ഒക്കെ എടുത്തിട്ടാകാം ഒരുപക്ഷെ ബയോലാൻഡ് ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. ആ ഒരു രീതിയിൽ ഇവർക്ക് ബയോലാൻഡ് സുഖമായിട്ട് യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.
നമ്മൾ നേരത്തെ പറഞ്ഞ ഒറിജിനൽ ബയോലാൻഡയുടെ ജാപ്പനീസ് ടോഹോ ഫിലിമിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മൂലമാണ് ഇൻഡയറക്റ്റ്ലി ഒരു മോൺസ്റ്റർ ഉണ്ടാകുന്നത്. സോ ഇവിടോട്ട് വരുമ്പോൾ ഡയറക്റ്റ്ലി തന്നെ അങ്ങനെ മനുഷ്യരുണ്ടാക്കിയ ഒരു പ്രശ്നമായിട്ട് ഈ മോൺസ്റ്ററിനെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ സിനിമയിലുണ്ടായിരുന്ന ഒരു തീംസും പൊളിറ്റിക്സും ഒക്കെ തന്നെ ഇവിടെ ഒരു അണ്ടർലൈങ് ആയിട്ട് ഇവർക്ക് കൊണ്ടുവരാനും പറ്റും. മോൺസ്റ്റർവേഴ്സിൻ്റെ ഫ്യൂച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് പുറമേ തന്നെ മൊണാർക്ക് സീസൺ 2ഉം സ്കർ ഐലൻഡ് ആനിമേ സീസൺ 2ഉം കൺഫേം ആയിട്ടുണ്ട്. സോ ഇതുവരെ ഫ്യൂച്ചർ മൂവീസുമായിട്ടൊക്കെ അങ്ങനെ വലിയ കണക്ഷൻ വരുന്ന രീതിയിലുള്ള ഈ 2 സീരീസുകളും വന്നിട്ടുണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് മൊണാർക്ക് നമ്മുടെ പഴയ ഗോഡ്സില്ല കോങ് സിനിമകളുമായിട്ടൊക്കെ നല്ല കണക്ഷൻ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ന്യൂ എംപയർ കാണുന്നതിന് മുന്നേ ഇത് കാണണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ ആകെ ഒരുപക്ഷെ അടുത്ത സീസണും, പക്ഷെ പറയാൻ പറ്റില്ല, മേ ബി അടുത്തൊരു സീസൺ വന്നു കഴിയുമ്പോൾ അടുത്ത പടത്തിന് മുമ്പേ ഉറപ്പായിട്ട് ഈ 2 സീരീസും കാണണമെന്ന സിറ്റുവേഷൻ ആക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാം അടുത്തായിട്ട് വരുന്ന സീസൺ പോലിരിക്കും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ ഗോഡ്സില്ലെങ്കിൽ കോങ്ങിനൊന്നും സോളോ മൂവീസ് വരില്ലേ എന്ന്. നിലവിൽ ഇവർ പോകുന്ന ട്രെൻഡ് വെച്ചിട്ട് സ്റ്റിൽ ഗോഡ്സില്ല എക്സ് കോങ് എന്ന രീതിയിൽ തന്നെ പല പല മൂവീസ് കൊണ്ടുപോകാനാണ് താല്പര്യം തോന്നുന്നു. പക്ഷേ പേഴ്സണലി എനിക്ക് ഇവരുടെ സോളോ മൂവീസ് കാണുമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ കോങ് കിങ് കോങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ അവിടെ നേരിടേണ്ടി വരുന്ന പുതിയ ത്രെറ്റ്, ആ ഒരു ജനതയെ എങ്ങനെ കോങ് നയിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തൊരു സിനിമ ഇവർക്ക് സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഗോഡ്സില്ലി ആണെങ്കിൽ ഇപ്പോൾ കോങ് ഫുൾ ഹോളോർത്തി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് സർഫസറത്തിൽ ഒരുപാട് ത്രെറ്റ്സിനൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ പഴയ ടോഹോ സിനിമകളിലുള്ള എത്രയോ വില്ലൻസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നൈസായിട്ടൊരു ഗോഡ്സില്ല ഫിലിം അവർക്ക് കൊണ്ടുവരാൻ പറ്റും. ഈവൻ മോത്രയ്ക്ക് വരെ ഒരു സോളോ ഫിലിം അവർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റിൽ ഇവർ നിലവിൽ ഗോഡ്സില്ല എക്സ് കോങ് എന്ന ഒരു ബ്രാൻഡിൽ തന്നെ പിടിച്ചു പോവുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങനെ കുറച്ച് സോളോ ഫിലിംസൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും നിലവിൽ അതിൻ്റെ യാതൊരു കൺഫർമേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയുമാണ് ഗോഡ്സില്ല എക്സ് കോങ്ങിൻ്റെയും മോൺസ്റ്റർവേഴ്സിൻ്റെയും ഭാവിയെക്കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഹോളിവുഡ് മൂവി സീരീസ് റിലേറ്റഡ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ചെക്കൗട്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇപ്പം OTT റിലീസ് വന്ന സ്ഥിതിക്ക് ഗോഡ്സില്ല എക്സ് കോങ്ങിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ അടുപ്പിച്ചിന് ചെയ്യുന്നുണ്ടായിരിക്കും. സോ മോൺസ്റ്റർവേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതും ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുകൊണ്ടുവന്നതായിരിക്കും. ദിസ് ഇസ് റിനഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോർട്ട് ഔട്ട് ടാക്കീസ്.